നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. BSc നഴ്സിംഗും ജനറൽ നഴ്സിംഗും പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പാരൻസും അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം, അതുപോലെ തന്നെ അവർക്കുള്ളിലുള്ള സംശയങ്ങളും ആയിട്ടുള്ളൊരു കാര്യമാണ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അഥവാ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെ BSc നഴ്സിംഗ് അതുപോലെ തന്നെ ജനറൽ നഴ്സിംഗ് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഗവൺമെൻറ് ഹെൽത്ത് യൂണിവേഴ്സിറ്റികളുടെ പേരും അതുപോലെ തന്നെ അവയുടെ ലൊക്കേഷൻസ്, അതുപോലെ അതാത് സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുകളുടെ പേര്, ലൊക്കേഷൻസ്, അതുപോലെ എൻട്രൻസിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, എൻട്രൻസ് ഉള്ള സ്റ്റേറ്റുകളുണ്ടോ എന്നുള്ളതും അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് കേരളത്തിൽ പഠിക്കുന്ന സെയിം വാല്യുവേഷൻ തന്നെയാണോ മറ്റ് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി പഠിച്ചാൽ കിട്ടുന്നത് എന്നുള്ള ചോദ്യവും ഉണ്ട്. ഇതിനുള്ള ഉത്തരമാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയാൻ പോകുന്നത്. BSc നഴ്സിംഗ് അതുപോലെ തന്നെ അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകൾ പഠിപ്പിക്കുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഓരോ സ്റ്റേറ്റ് വൈസ് തിരിച്ച് അതാത് യൂണിവേഴ്സിറ്റികളുടെ പേര്, ലൊക്കേഷൻ, സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുകളുടെ പേര്, ലൊക്കേഷൻ എന്നിവയാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമായി കേരള സ്റ്റേറ്റ്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ക്വാസ് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. നമ്മുടെ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലിൻ്റെ പേര് കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ, തിരുവനന്തപുരം ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത സംസ്ഥാനം തമിഴ്നാടാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഡോക്ടർ MGR മെഡിക്കൽ യൂണിവേഴ്സിറ്റിയാണ് അവിടുത്തെ ഗവൺമെൻറ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇത് ചെന്നൈ ആസ്ഥാനമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവിടുത്തെ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് തമിഴ്നാട് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിലാണ്. അതും ചെന്നൈയിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത സംസ്ഥാനം എന്ന് പറയുന്നത് കർണാടക സ്റ്റേറ്റ് ആണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഇതിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ്. അവിടുത്തെ നഴ്സിംഗ് കൗൺസിലിൻ്റെ പേര് KNC, കർണാടക നഴ്സിംഗ് കൗൺസിൽ. അതും ബാംഗ്ലൂരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശ് ആണ്. അവിടുത്തെ ഗവൺമെൻറ് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയുടെ പേര് ഡോക്ടർ YSR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ്. പഴയ പേര് ഡോക്ടർ NTR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വിജയവാഡയിലാണ്. ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഏറ്റവും ആദ്യം വന്ന ഗവൺമെൻറ് ഹെൽത്ത് യൂണിവേഴ്സിറ്റിയാണ് ആന്ധ്രയിലെ യൂണിവേഴ്സിറ്റി. അടുത്ത സ്റ്റേറ്റ് തെലങ്കാന സ്റ്റേറ്റ് ആണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് KNR യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വാറങ്കലിലാണ്. തെലങ്കാനയുടെ നഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് തെലങ്കാന നഴ്സസ് മിഡ്വൈഫ് ഓക്സിലറി നഴ്സസ് മിഡ്വൈഫ് ആൻഡ് ഹെൽത്ത് വിസിറ്റേഴ്സ് കൗൺസിലാണ് വരുന്നത്. അതും ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ഗവൺമെൻറ് ഹെൽത്ത് യൂണിവേഴ്സിറ്റികളിലുള്ള കോളേജുകളിലേക്കുള്ള BSc നഴ്സിംഗ് അഡ്മിഷൻ്റെ പ്രൊസീജിയറിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. കേരളത്തിലെ BSc നഴ്സിംഗ് അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് LBS അലോട്ട്മെൻറ്റ്, PNC മാക് അലോട്ട്മെൻറ്റ്, AMCS FNCK അലോട്ട്മെൻറ്റ്, SME അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയാണ്. അപ്പോൾ അലോട്ട്മെൻറ്റ് സിസ്റ്റത്തിലൂടെയാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നത്. ഇതിൽ NRI കോട്ടയുണ്ട്, സ്റ്റേറ്റ് മെറിറ്റ് കോട്ടയുണ്ട്. അങ്ങനെയാണ് സീറ്റ് വിഭജിച്ച് പോകുന്നത്. തമിഴ്നാട് സ്റ്റേറ്റാണ് അടുത്തത്. കേരളത്തിൽ പഠിച്ചൊരു വിദ്യാർത്ഥി തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് പഠനത്തിന് ആവശ്യമായിട്ട് പോകുമ്പോൾ അവിടുത്തെ ഗവൺമെൻറ് ഹെൽത്ത് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്യുന്ന ക്യാമ്പസുകളിൽ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് ആ വിദ്യാർത്ഥിക്ക് +2 കിട്ടിയിരിക്കുന്ന മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമായിരിക്കും. ഈ തമിഴ്നാട് സ്റ്റേറ്റിൽ പ്രത്യേകിച്ച് എൻട്രൻസോ അലോട്ട്മെൻറ്റോ ഇല്ല. അടുത്തത് കർണാടക സ്റ്റേറ്റിൻ്റെ കാര്യമാണ്. കേരളത്തിൽ നിന്നും ഒരു വിദ്യാർത്ഥി കർണാടക സംസ്ഥാനത്തിലേക്ക് BSc നഴ്സിംഗ് പഠിക്കാൻ പോകുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യം എന്ന് പറയുന്നത് കർണാടക എൻട്രൻസ് അതോറിറ്റി നടത്തിയിരിക്കുന്ന കോമൺ എൻട്രൻസ് ടെസ്റ്റ് എന്നിവ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ അതിൻ്റെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയ വിദ്യാർത്ഥികൾക്കാണ് പൂർണ്ണമായിട്ടും കർണാടക സംസ്ഥാനത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ ലഭിക്കത്തുള്ളൂ. അടുത്തത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ആണ്. BSc നഴ്സിംഗിന് കേരളത്തിൽ നിന്നും ആന്ധ്രയിലേക്ക് അഡ്മിഷന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശ് നടത്തിയിരിക്കുന്ന
AP സെറ്റ് എന്ന് പറയുന്ന സ്റ്റേറ്റ് എൻട്രൻസോ അല്ലെങ്കിൽ നീറ്റ് എക്സാമിനേഷനോ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. 2023 ഇറങ്ങിയിരിക്കുന്ന ഒരു ഉത്തരവ് പ്രകാരം നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്ത വിദ്യാർത്ഥികൾക്കും ആന്ധ്രയിൽ അഡ്മിഷൻ ലഭ്യമാണ് എന്നുള്ളതാണ്. ഈ ഉത്തരവ് പിൻവലിക്കാത്തതുകൊണ്ടും പുതിയ ഉത്തരവ് വരാത്തതുകൊണ്ടുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇവ കൂടാതെ മെറിറ്റ് സീറ്റിലായിരിക്കും ധാരാളം കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കുന്നത്. അടുത്തത് തെലങ്കാന സ്റ്റേറ്റ് ആണ്. കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികൾ തെലങ്കാന സ്റ്റേറ്റിലേക്ക് പഠനത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, തെലങ്കാന സ്റ്റേറ്റ് കണ്ടക്ട് ചെയ്ത ഒരു എൻട്രൻസ് എക്സാം ഉണ്ട്. തെലങ്കാന സ്റ്റേറ്റ് EAM സെറ്റ് എന്ന് പറയുന്ന എക്സാമും അല്ലെങ്കിൽ നീറ്റ് എക്സാമോ പാസ്സായിരിക്കണം എന്നുള്ളതാണ്. 2023 ഇറങ്ങിയിരിക്കുന്ന ഒരു ഓർഡർ പ്രകാരം നീറ്റ് എക്സാമിനേഷൻ അറ്റൻഡഡ് ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും തെലങ്കാന സ്റ്റേറ്റ് അഡ്മിഷൻ നൽകുന്നുണ്ട്. ഈ ഉത്തരവ് പിൻവലിക്കുകയോ അതുപോലെ തന്നെ പുതിയ ഉത്തരവ് വരാത്തതോ ആണ് അതിന് കാരണം. അടുത്തത് BSc നഴ്സിംഗ് പഠനം സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എല്ലാം ഒരേ വാല്യുവേഷൻ ആണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം കൂടിയാണ്. അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലെ സിലബസ് എല്ലാം ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പഠിപ്പിക്കുന്ന മെത്തേഡ്സിലാണ് വ്യത്യാസമുള്ളത്. സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നഴ്സിംഗ് കൗൺസിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കോളേജുകളിൽ അതിൻ്റെ അംഗീകാരമുള്ളതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അതിൻ്റെ പരിരക്ഷണ ലഭിക്കും എന്നുള്ളതാണ്. കൂടാതെ വിദ്യാർത്ഥികൾക്ക് വാല്യുവേഷൻ എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം സെയിം തന്നെയാണ്. പക്ഷേ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന പഠനത്തിൻ്റെ രീതി വ്യത്യാസപ്പെടുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല തമിഴ്നാടിൻ്റെ രീതിയല്ല കർണാടകയുടെ രീതിയല്ല ആന്ധ്രയുടെ രീതിയല്ല തെലങ്കാന സ്റ്റേറ്റ്. ഇതാണ് വ്യത്യാസമുള്ളത്. നഴ്സിങ്ങിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ്റെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.